സുധിയുടെ ഭാര്യയായതിന്റെ പേരിൽ അഭിനയിക്കുവാൻ പോകാതെ തന്നോട് വീട്ടിലിരിക്കാൻ പറയുന്നവരെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് രേണു. സുധിച്ചേട്ടന്റെ ഭാര്യയായതിനാൽ തന്നെയാണ് തനിക്ക് അവസരം വരുന്നത്. സുധിച്ചേട്ടന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ആദ്യം വിളിക്കുന്നത്. ഇപ്പോൾ അഭിനയിക്കുന്ന ദയാവതം എന്ന സിനിമയിലേക്കാണെങ്കിൽ പോലും സംവിധായകർ തന്നെ വിളിക്കുന്നത് ഈ കുട്ടിക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ടല്ലോ, നമുക്കതൊന്ന് പോസിറ്റീവ് ആക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണെന്നും രേണു പറയുന്നു. ഇപ്പോൾ സുധിച്ചേട്ടനോടുള്ള സ്നേഹം അങ്ങ് ഒഴുകുകയാണ്. എന്നാൽ പക്ഷേ ലോക്ക്ഡൌൺ സമയത്ത് സുധിച്ചേട്ടനും തനിക്കും തങ്ങളുടെ കുടുംബത്തിനും ഒരു പ്രശ്നമുണ്ടായി. അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ എന്നും രേണു പറയുന്നു. സഹപ്രവർത്തകരുണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. നമ്മളെ ചതിയിലൂടെയാണ് അന്ന് ആ പ്രശ്നത്തിലാക്കിയത്. അത് താൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അവസരത്തിൽ താനത് പറയാമെന്നുമാണ് രേണു ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത്. തന്നെ പറ്റി മോശം കമന്റ് ഇടുന്ന ഒരുത്തിനെയും അന്ന് കണ്ടില്ലല്ലോ. സുധിച്ചേട്ടൻ മരിച്ച് 2 വർഷമാകാറായി. അപ്പോഴാണ് ഇവരുടെയൊക്കെ സുധിച്ചേട്ടനോടുള്ള സ്നേഹം പൊട്ടിമുളയ്ക്കുന്നതെന്നാണ് രേണു പറയുന്നത്. അതേസമയം സുധിച്ചേട്ടന്റെ സഹപ്രവർത്തകർ തന്നെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ടെന്നും രേണു പറയുന്നു. സ്റ്റാർ മാജിക് ഷോയിൽ സുധിക്കൊപ്പം ഉണ്ടായിരുന്ന ബിനീഷ് ബാസ്റ്റിൻ ഒരിക്കൽ വീട്ടിൽ വന്ന് പിള്ളേരെയൊക്കെ കണ്ട് മടങ്ങിയെന്നാണ് രേണു പറയുന്നത്.